പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിന്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരൽ മുറിഞ്ഞാൽ മരുന്ന് വെച്ച് കെട്ടണം, പിന്നീടത് ഉണങ്ങും. മുറിവിന്റെ ആഴവും വലിപ്പവും അനുസരിച്ചുള്ള പാട് അവിടെ അവശേഷിക്കും. മനസ്സിലേൽക്കുന്ന മുറിവുകളും അങ്ങനെ തന്നെ. ഭക്തകവി കബീർദാസ് പറയാറുള്ള ഒരു വാചകമുണ്ട്: ഞാൻ നല്ലവരെയും ചീത്തയായവരെയും വന്ദിക്കും. നല്ലവരെ താഴ്മയോടെ സ്വീകരിക്കാനാണ് വന്ദിക്കുക. ചീത്തയായവരോട് രണ്ട് കൈയും കൂപ്പി വന്ദിക്കുന്നത് എന്നിലേക്ക് വരരുതേയെന്ന് അഭ്യർത്ഥിക്കാനാകും. കൈകൂപ്പി വന്ദിക്കുന്നതിൽ പോലും രണ്ടർത്ഥമുണ്ട്: സ്വീകരിക്കാനും തിരസ്കരിക്കാനും. ജീവിത ക്ലേശങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഗുരു ഒരിക്കൽ ചോദിച്ചു. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു: ഹറിയും വറിയും. തിടുക്കം അഥവാ പിരിമുറുക്കം ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. ഒന്നും ആലോചിക്കാതെ ധൃതിയിൽ നാം എന്തിനും പ്രതികരിക്കുന്നു. മെല്ലെ തിന്നാലല്ലേ മുള്ളും തിന്നാനാവൂന്ന് നാം മറന്നു പോകുന്നു. ഈ തിടുക്കം മൂലം ഒരു കാര്യവും വൃത്തിയായും വെടിപ്പായും ഫലവത്തായും നമുക്ക് ചെയ്യാനാവുന്നില്ല. ചില യുവമിഥുനങ്ങളുടെ ലൈംഗിക സുഖം വരെ ഈ തിടുക്കം മൂലം നഷ്ടപ്പെടുന്നില്ലേ? എന്തിന് ഈ തിടുക്കം? വറി എന്നാൽ ഒരു തരം വെറി തന്നെ. ബേജാറായി പോയാൽ ശരിക്കും നന്നായി ചെയ്യാവുന്നതൊക്കെ കുളമാക്കും. തനിക്കതിന് പറ്റുമോ എന്ന ഒരൊറ്റ സംശയം മാത്രം മതി ചെയ്യുന്ന സംഗതിയാകെ തകിടം മറിയാൻ. വേവലാതി വരുന്നതോടെ ടെൻഷനാകും. ഉള്ള സന്തോഷമെല്ലാം പമ്പ കിടക്കും. ഒന്നുകിൽ വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടും ഒന്നിച്ചു പോകുന്ന പ്രശ്നമേയില്ല. ഇനി സന്തോഷം മതിയെന്നാണ് തീരുമാനമെങ്കിൽ സന്തോഷിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോഴുണ്ടായിട്ടുള്ള വേവലാതി നിങ്ങളുടെ ജോലിയെപ്പറ്റിയാണെന്ന് കരുതുക. നിങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് നിങ്ങളുടെ ജോലിയെ സംബന്ധിക്കുന്ന വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്നോർത്താണോ ഇപ്പോഴത്തെ വേവലാതി? ആദ്യം അറിയേണ്ടത് വേവലാതി ഒരിക്കലും ഒരു പ്രശ്ന പരിഹാര ഉപാധിയല്ലെന്നു മാത്രമല്ല, അത് പ്രശ്നങ്ങളിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അത്യുപദ്രവകാരിയായ ഒരു ചിന്തയാണെന്നുമാണ്. അനന്തമില്ലാത്ത ബേജാറുകളിലേക്ക് അത് നിങ്ങളെ കൈപ്പിടിച്ച് ഓടിക്കൊണ്ടേയിരിക്കും. ഒരു പ്രശ്നത്തെ അത് 100,000 പ്രശ്നങ്ങളാക്കി നിങ്ങളുടെ മനസ്സിനെ താറുമാറാക്കും. ഒടുവിൽ നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആഞ്ഞടിക്കും. ഒരുപക്ഷെ രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന നിലയിൽ നിങ്ങളുടെ ചിന്ത വഴിമുട്ടിയെന്നുമിരിക്കും. ഇത്തരം വേവലാതികൾ വന്ന് തലയിൽ കയറും മുമ്പേ തടയിട്ടില്ലെങ്കിൽ ജീവിതം ദുസ്സഹമായതു തന്നെ. സമചിത്തതയോടെ വേവലാതി സ്വഭാവം തകർത്താൽ മതിയെന്ന് ചിലർ ഉപദേശിക്കും. പക്ഷേ അതെങ്ങനെ? പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതില്ലാതാക്കാൻ നമുക്കെന്നല്ല ആർക്കും പറ്റില്ല. പക്ഷേ വറി ഈസ് ഓപ്ഷണൽ. ബേജാറാവണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാനാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കാര്യമല്ലെന്നും വേവലാതി എന്നത് വേണോ വേണ്ടയോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാവുന്ന കാര്യമാണെന്നും മനസ്സിലാക്കുക. ഇത് ആദ്യഘട്ടം. വേവലാതി വന്നാൽ സന്തോഷം പോയി എന്ന് നാം പഠിച്ചു. മറ്റൊന്നുകൂടി ചോർന്നു പോകുന്നു: ആരോഗ്യം. വേവലാതി ആരോഗ്യത്തെ തകരാറിലാക്കും. വേവലാതി വന്നവനെ കണ്ടാൽ അറിയാം. അവന്റെ മുഖത്ത് അത് എഴുതി വച്ച പോലെ കാണാം. അതവന്റെ ഉറക്കം കെടുത്തും, വിശപ്പകറ്റും, തലവേദനയുണ്ടാക്കും, ശ്വാസതടസ്സമുണ്ടാക്കും, ഹൃദയാഘാതം വരെ വരാം. അവനാകെ ഉത്കണ്ഠാകുലനാകും, ഭയചകിതനാകും, മനസ്സാകെ പ്രക്ഷുബ്ധമാകും, നാഡിഞരമ്പുകൾ തളരും. വേവലാതി വന്നാൽ അവന്റെ സ്വപ്നങ്ങളെല്ലാം ദുസ്വപ്നങ്ങളായി മാറും. രക്തസമ്മർദ്ദത്തെ ബേജാറ് വലിയ തോതിൽ ബാധിക്കുന്നു. വാൾവുകളെ ബാധിക്കുന്നു. അവന്റെ നെർവസ് സിസ്റ്റത്തെ ഒട്ടാകെ ബാധിക്കുന്നു. കൂടുതൽ ജോലി ചെയ്തതുകൊണ്ട് ആരെങ്കിലും മരിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
എന്നാൽ ബേജാറായി നിത്യേനെ നിരവധി പേർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ബേജാറ് വരുമ്പോൾ യാഥാർത്ഥ്യവും സ്വപ്നവും സത്യവും മിഥ്യയും ഏതാണെന്നറിയാത്ത വിധം കൂടിച്ചേരുന്നു. ഒരിക്കലും ബന്ധമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് അതിശക്തമായി ഒഴുകി നീങ്ങും. ഞാനിപ്പോൾ മരിച്ചാൽ എന്റെ കുട്ടികൾ അനാഥരാവില്ലേ? എന്റെ ഭാര്യ മറ്റാരുടെയെങ്കിലും കൂടെ ഓടിപ്പോയി ജീവിക്കുമോ? എന്റെ കുഞ്ഞുങ്ങൾ വഴിയാധാരമാകുമോ? ഇത്തരം തലതിരിഞ്ഞ ഭാവന ചിറകുവിടർത്തി കഴുകനെ പോലെ തലക്ക് ചുറ്റും കറങ്ങി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഏതു വേവലാതിയാണെങ്കിലും അത് നേരിടാനുള്ള ഏറ്റവും നല്ല വഴിയായി ഞാൻ കാണുന്നത് ആ ബേജാറിനെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ്. ജോലിയെ ബാധിക്കുമോ എന്ന പ്രശ്നമാണ് ഈ വേവലാതികളൊക്കെ ഉണ്ടാക്കി നമ്മെ കാടുകയറ്റിയത്. ജോലി സംബന്ധിച്ച് പരമാവധി ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ആ ജോലി അങ്ങ് പോകും. അതിലപ്പുറം വല്ലതും വരാനുണ്ടോ? ഇനി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി പോയാൽ വേറെ ഏതൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നതുണ്ടെന്ന് ആലോചിച്ചു നോക്കാമല്ലോ. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ തന്റെ ഏറ്റവും കഴിവ് എന്തിനൊക്കെയാണെന്ന് കൂടെ ചിന്തിക്കാം. ഇനി ഈ കഴിവ് വെച്ച് സ്വന്തമായി തൽക്കാലം എന്തൊക്കെ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാമെന്നു കൂടി ആലോചിച്ചാലോ? ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ഓടിവരുന്ന മതയാനയുടെ മുമ്പിൽപ്പെട്ടാൽ ഏറിയാൽ എന്നെ കൊല്ലുമായിരിക്കും, വേറെ ഒന്നും ചെയ്യില്ലല്ലോ എന്ന ലാഘവത്തിലേക്ക് നമ്മുടെ മനസ്സ് മടങ്ങും. അവസാനം നാം എന്തിനാണിതുവരെ വെറുതെ ബേജാറായത് എന്ന് നമുക്ക് തന്നെ തോന്നും. ഒരടിസ്ഥാനവുമില്ലാതെ വെറുതെ അങ്ങ് ബേജാറായി പോയതോർത്ത് ഹൃദയം തുറന്ന് ചിരിക്കാം. സത്യത്തിൽ ഏത് വേവലാതി വന്നാലും അതിൽ 95% ഒരിക്കലും സംഭവിക്കാത്ത ബേജാറുകളായിരിക്കും. ഒരു തീപ്പൊരിയെ കാട്ടുതീയാക്കി മാറ്റിയത് നമ്മുടെ മനസ്സ് തന്നെ. ജീവിത ക്ലേശങ്ങൾക്ക് മറ്റൊരു കാരണം കൂടി പറയാറുണ്ട്. അതാണ് കറി. നാം ചോറിലൊഴിച്ചോ ചപ്പാത്തിയിലൊഴിച്ചോ നിത്യേനെ കഴിക്കുന്ന കറി ഈ ഹറിയേക്കാളും വറിയേക്കാളും പ്രശ്നക്കാരിയാണ്. ഈ കാലഘട്ടത്തിൽ പഞ്ചസാരയും ടിൻഫുഡും ജീവിത പ്രശ്നങ്ങൾക്ക് പലപ്പോഴും മൂലകാരണമായി മാറാറുണ്ട്. സന്തോഷകരമായ ഒരു ജീവിതം കാംക്ഷിക്കുന്നവർ എപ്പോഴും അവരുടെ ഭക്ഷണ ചിട്ടകളിലും ശ്രദ്ധിക്കണം. വെള്ളത്തിലിറങ്ങാതെ ആർക്കും നീന്തൽ പഠിക്കാനാവില്ല. അതേസമയം ചിലർ ശാഠ്യം പിടിക്കുന്നു, നീന്തൽ പഠിച്ചിട്ടേ വെള്ളത്തിൽ ഇറങ്ങൂ എന്ന്. അവർ ഒരിക്കലും നീന്തുകയില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.